കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ സായാവേളയിൽ കർത്താവിൻ്റെ ദാസൻ ജിജിൻ മണ്ണീറ 10 വർഷമായി കർത്താവിൻ്റെ വേലയിലും ഔദ്യോഗിക ജോലിയോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവൻ്റെ എൻ ടൈം റിവൈവൽ എന്നുള്ള ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ കർത്താവ് ഒരിക്കൽ നല്ല അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവൻ ഇന്ത്യ പൂർണ്ണ സുരക്ഷയുടെ ദൈവസഭ കോന്നി സെൻട്രൽ തെങ്ങുംകാവ് ഞാൻ ശുശ്രൂഷിക്കുന്ന തെങ്ങുംകാവ് ലോകസഭയിലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട അംഗമാണ് താനും തൻ്റെ കുടുംബവും. അവർ കർത്താവിനെ അറിഞ്ഞ നാൾ മുതൽ ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുകയും കർത്താവിൻ്റെ ശുശ്രൂഷകന്മാരെ ബഹുമാനിക്കുകയും ലോക്കൽ സഭയോടുള്ള ബന്ധത്തിൽ എല്ലാ വിധത്തിലും കൈത്താങ്കൾ നൽകുന്ന പ്രിയപ്പെട്ടവൻ്റെ ശുശ്രൂഷ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രത്യേക പ്രാർത്ഥന. തൻ്റെ ശുശ്രൂഷയിൽ നസ്രയൻ്റെ വഴികൾ എന്നുള്ള ഈ പ്രത്യേക പ്രോഗ്രാമിൽ ഇന്ന് പകൽ തികച്ചും അവിചാരിതമായി കോന്നി സ്വദേശിയായിരിക്കുന്ന ദീർഘവർഷങ്ങൾ മഹാരാഷ്ട്രയിൽ ജാലന സിറ്റിയിൽ താമസിക്കുകയും കർത്താവ് വായിക്കുന്നതിടങ്ങളിൽ കർത്തൃവേലയിൽ വ്യാപൃതരായിരിക്കുന്ന കർത്താവിൻ്റെ ദാസി പ്രഭാ തോമസ് താനുമായി ചേർന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം ക്രമീകരിക്കാൻ ദൈവമൊരുക്കി നല്ല അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഇന്ന് പകൽ കർത്താവിൻ്റെ ദാസിയിൽ കൂടെ ദൈവം ചെയ്യുന്ന വഴികൾ തികച്ചും പാരമ്പര്യമായി ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നായർ സമുദായത്തിൽ ആയിരുന്ന പ്രിയപ്പെട്ടവർ വർഷങ്ങൾക്ക് മുമ്പേ ജീവനുള്ളവനായ കർത്താവിനെ അറിയുവാനും ജീവനുള്ള ദൈവത്തെ സേവിപ്പാനും ഇടയാക്കിയ മുഖാന്തരങ്ങളെക്കുറിച്ച് കേൾപ്പാനും അറിയുവാനും ഇടയായി. കഴിഞ്ഞ ലാസ്റ്റ് സൺഡേ ഞങ്ങളുടെ ചർച്ചിൽ വന്ന് തന്നിൽ കൂടി അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേട്ടപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് ഞങ്ങൾക്ക് താല്പര്യം തോന്നി. അതിനാലാണ് പ്രിയ സിസ്റ്റർ പ്രഭാ തോമസിനെ ഗസ്റ്റായി ഞങ്ങൾക്ക് ക്ഷണിക്കുകയും ഈ പ്രോഗ്രാമിൽ കേട്ടപ്പോൾ പങ്കെടുക്കാമെന്ന് സന്തോഷത്തോടെ അറിയിപ്പാനിടയായി. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് പകൽ ഇങ്ങനെ ആയിരിക്കുന്നത്. മനോഹരമായ ഗാനങ്ങൾ രചിക്കുകയും ഗാനങ്ങൾ പാടുകയും ഒക്കെ ചെയ്യുന്ന ഒരു കർത്താവിൻ്റെ ദാസിയാണ്. ഇനിയിപ്പോൾ സാക്ഷ്യങ്ങൾ താൻ നമ്മളോട് പ്രസ്താവിക്കുന്നത്. പ്രാർത്ഥനയോടെ നമുക്ക് പ്രിയ കർത്താവിൻ്റെ ദാസിയുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മൾ വേർതിരിക്കുക. സിസ്റ്റർ പ്രഭാ തോമസ് താങ്കളെക്കുറിച്ച് അറിയുവാനും കേൾപ്പാനും ഇടയായതിൽ ഞങ്ങൾ വളരെ സന്തോഷവാന്മാരാണ്. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ കോന്നി സ്വദേശിയാണെന്ന് അറിഞ്ഞതിൽ കർത്താവിനെ സ്തുതിക്കുന്നു. ദീർഘവർഷം മുമ്പ് ബോംബെയിൽ കുടിയേറി മഹാരാഷ്ട്രയിൽ കുടിയേറി അവിടുത്തെ ജീവിതയാത്രയിൽ ജീവനുള്ള രക്ഷകനായ ക്രിസ്തുവിനെ സത്യദൈവമായ നസ്രയനെ കുറിച്ച് അറിയുവാനും കേൾപ്പാനും ആരാധനയിലേക്ക് വരുവാനും ഒക്കെ ഇടയായ സന്ദർഭങ്ങൾ അറിയുവാനിടയായി. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകൾ ഇതിൻ്റെ പശ്ചാത്തലങ്ങൾ വിവരിക്കുവാനാണ് ഞങ്ങൾ കർത്താവിനെ ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ ദാസിയുടെ ബാല്യകാല അനുഭവങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ സാധിക്കുമോ? കർത്താവിനെ സ്തുതി പറയുന്നു. ഞാൻ പ്രേക്ഷകർക്കും എല്ലാവർക്കും ഞാൻ സ്തോത്രം ചെയ്തുകൊണ്ട് എൻ്റെ സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ബാല്യകാലം കോന്നി ഐരവൺ, അതായത് ആറ്റിനക്കരെ ഉള്ള സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. അവിടെ നായർ ഫാമിലി നായർ പരിവാറിൽ അവിടെ എൻ്റെ അച്ഛൻ അമ്മ, നമ്മുടെ വീട്ടുപേര് കിഴക്കേ മുല്ലശ്ശേരി. അപ്പോൾ അവിടെ ഞങ്ങൾ 10 പേരായിരുന്നു മക്കൾ. അതിൽ എൻ്റെ നമ്പർ 9ാമത്തെയാണ്. അപ്പോൾ ഞാൻ അച്ഛനും അമ്മയും പ്രായമായി കഴിഞ്ഞ് ഞാൻ 10ാം ക്ലാസ് പാസ്സായി. അത് കഴിഞ്ഞ് കുറച്ച് എന്നെ ബോംബെയിലേക്ക് വിട്ടു എൻ്റെ സഹോദരങ്ങളുടെ കൂടെ. ഈ പപ്പയ്ക്കും മമ്മിക്കും വല്ല ജോലികളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നു? എൻ്റെ അച്ഛൻ കൃഷി ചെയ്യുന്ന ആളായിരുന്നു, അമ്മ ഹൗസ് വൈഫ്. പിന്നെ എൻ്റെ മൂത്ത സഹോദരങ്ങളെല്ലാം ബോംബെയിൽ പോയിരുന്നു ജോലിക്ക്. എൻ്റെ മൂത്ത ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞ് ഞാനും എൻ്റെ അനുജത്തിയും ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ പഠിത്തത്തിന് മുന്നോട്ടുള്ള 10ാം ക്ലാസ് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുമ്പോൾ മലയാളം വിദ്വാൻ പഠിച്ചു ഞാൻ 1 വർഷം. അത് കഴിഞ്ഞ്
പിന്നെ എൻ്റെ സഹോദരൻ വന്നപ്പോൾ എന്നെ ബോംബെയിലേക്ക് വിട്ടു. ബോംബെയിൽ താമസിച്ചു. സഹോദരങ്ങളുടെ കൂടെ 5 വർഷം താമസിച്ചു. 5 വർഷം അവിടെ താമസിച്ചു. ഈ 5 വർഷവും വളരെ ദുഃഖകരമായ സമയങ്ങളായിരുന്നു എനിക്ക്. കാരണം സ്ട്രഗ്ലിംഗ് ലൈഫായിരുന്നു അവിടെ. അങ്ങനെ സ്ട്രഗ്ലിംഗ് ലൈഫിനിടയ്ക്ക് എൻ്റെ ഓഫീസ് കുറേ ദൂരേക്ക് മാറ്റിയത് കാരണം ഞാൻ പോയി ഹോസ്റ്റലിൽ താമസിച്ചു. ഞാൻ 1970 പോയി ബോംബെക്ക്. 71 മുതൽ എനിക്ക് ജോലി കിട്ടി. 1 വർഷം കഴിഞ്ഞപ്പോൾ അങ്ങനെ ആ 71 തൊട്ട് 75 വരെ ഞാൻ സഹോദരങ്ങളുടെ കൂടെ ജീവിച്ചു. 75 ഞാൻ ഹോസ്റ്റലിലേക്ക് മാറി. അവിടെ വെച്ച് ഞാൻ ഭർത്താവിനെ കണ്ടുമുട്ടിയെന്ന് പറഞ്ഞാൽ എന്നെ ആരും ഫോഴ്സ് ചെയ്തതല്ല. യേശുവിനെ കുറിച്ച് അറിഞ്ഞ് ബൈബിൾ വായിച്ച് എൻ്റെ കൂടെ താമസിച്ചിരുന്ന കുട്ടികൾ മുഖാന്തരം ബൈബിൾ വായിച്ചു കഴിഞ്ഞ് യേശുവിൻ്റെ സാക്രിഫൈസ്, ത്യാഗ മനോഭാവം, മനുഷ്യരോടുള്ള സ്നേഹം ഇതെല്ലാം അറിഞ്ഞ് ഞാൻ സ്വയം തീരുമാനിക്കുമായിരുന്നു. കൂടെ താമസിച്ച സഹോദരിമാർ ഏത് കാറ്റഗറിയിൽപ്പെട്ടവരായിരുന്നു? അവര് കാത്തലിക്സ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. അങ്ങനെ എൻ്റെ കൂടെ 4 കുട്ടികളുണ്ടായിരുന്നു. അവരും എന്നെ എപ്പോഴും മിക്കവാറും യേശുവിനെ കുറിച്ച് പറയുമായിരുന്നു. സഹോദരിമാർ അവർ ബൈബിള് വായിക്കുന്നു. അപ്പം ഞാൻ ചോദിക്കുമായിരുന്നു, ഇത് എന്തുവാ വായിക്കുന്നത്? അങ്ങനെ ബൈബിളാണ്, അതിനെപ്പറ്റിയൊക്കെ അറിഞ്ഞു കഴിഞ്ഞ് അങ്ങനെ അവർ പറഞ്ഞത് മുഖാന്തരം ഞാൻ ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് പോയി. ചാപ്പലിൽ പ്രാർത്ഥനയ്ക്ക് പോയപ്പം ഞാൻ യേശുവിനെ, എനിക്ക് മറാഠി അറിയില്ല, ഹിന്ദി അറിയില്ല, മലയാളം അല്ലാതെ ശരിക്കും ഭാഷ അറിയില്ല. 1 വർഷമല്ലേ ആയിരുന്നുള്ളൂ. അങ്ങനെ പോയിട്ട് 75 ഇത് സംഭവിക്കുന്നത്. അപ്പോഴത്തെ കുറച്ചൊക്കെ മനസ്സിലാകുമായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയിരുന്നപ്പോൾ ഞാൻ കർത്താവിനോട്, യേശുവിനോട് പറഞ്ഞു, ഞാൻ നിന്നെ അറിയില്ല. എൻ്റെ ഈ കൂട്ടുകാരികൾ പറഞ്ഞത് മുഖാന്തരം ഞാൻ കേട്ടതേ ഉള്ളൂ, പക്ഷേ എനിക്കറിയില്ല. അവർ പറയുന്നു ഞാൻ യേശുവിനെ സ്വീകരിച്ചാൽ എൻ്റെ ദുഃഖമെല്ലാം മാറും, സന്തോഷവതിയായി ജീവിക്കാൻ പറ്റും. ഇത് ശരിയാണെങ്കിൽ യേശു എന്നെ സഹായിക്കണം. ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ആരോ വന്നെൻ്റെ തോളിൽ ഇങ്ങനെ സ്പർശിച്ചതായി എനിക്ക് അനുഭവം ഉണ്ടായി. ആ അനുഭവം കഴിഞ്ഞ് ഞാൻ താഴെ എൻ്റെ റൂമിൽ വന്നു കഴിഞ്ഞ് എന്തോ ഒരു പ്രത്യേക അനുഭവം എനിക്ക് ഉണ്ടായി. അത് കഴിഞ്ഞ് 22. അപ്പോൾ ഞാൻ അവിടെ ഞങ്ങളുടെ വാർഡനോട് ചെന്ന് ചോദിക്കുകയാണ്, എനിക്ക് ബൈബിള് വേണം, ബൈബിള് വായിക്കാൻ വേണമെന്ന്. അങ്ങനെ അവർ ബൈബിള്, ഒരു ഇംഗ്ലീഷ് ന്യൂ ടെസ്റ്റ്മെൻറ്റ് ബൈബിള് തന്നു. ഞാനത് വായിക്കാൻ തുടങ്ങി. ഓരോ പേജുകളും വായിച്ചു. മാത്യു, മാർക്ക്, ലൂക്ക് ആൻഡ് ജോൺ, ഈ 4 പുസ്തകങ്ങൾ ഞാൻ കുറേശ്ശെ ഇംഗ്ലീഷ് വായിച്ചു. പകുതി മനസ്സിലാകാത്തത് ആ കുട്ടികളോട് ചോദിച്ചു. അങ്ങനെ എന്തോ എൻ്റെ ഹൃദയം അങ്ങ് സ്വീകരിച്ചു യേശുവിനെ. അപ്പോൾ സ്വീകരിച്ചു കഴിഞ്ഞ് ഞാനും ഇതുപോലെ അവർ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്കൊന്നും അറിയില്ലായിരുന്നു ഈ ബാപ്റ്റിസത്തിനെ കുറിച്ച്. ഇങ്ങനെ ക്രിസ്ത്യനാകണമെങ്കിൽ ബാപ്റ്റിസം എടുക്കണം, അല്ലെങ്കിൽ അങ്ങനെയാണ്. ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല. എൻ്റെ ജീവിതത്തിലെ ദുഃഖകരമായ സമയങ്ങളെ മാറ്റാൻ വേണ്ടി ഞാൻ യേശുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവസവും ബൈബിൾ വായിക്കുകയും അങ്ങനെ 75 തൊട്ട് 77 വരെ ഞാൻ ആ ഹോസ്റ്റലിൽ തന്നെയായിരുന്നു താമസം. അങ്ങനെ 77 വരെ ഞങ്ങളുടെ കുട്ടികളോടൊപ്പം, എൻ്റെ കൂട്ടുകാരികളോടൊപ്പം എൻ്റെ ദിവസങ്ങൾ പോയി. അവരുടെ കൂടെ ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു. ഈവൻ ക്രിസ്മസിൻ്റെ ദിവസം വരെയും ഞാൻ അവരുടെ കൂടെ പോകുമായിരുന്നു, ക്രിസ്മസ് ദിവസം. അങ്ങനെ ഞാൻ വളരെ മനസ്സുകൊണ്ട് സന്തോഷമായി. എന്നോട്ട് ഞാൻ യേശുവിനെ സ്വീകരിച്ചോ അന്ന് തൊട്ട് എൻ്റെ മനസ്സിൻ്റെ ദുഃഖങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ദുഃഖങ്ങൾ കുറച്ച് കുറഞ്ഞു. അങ്ങനെ എന്ന് വെച്ചാൽ ഫീലിങ്സ് കുറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷമായി. അങ്ങനെ 1977 എൻ്റെ ഹസ്ബൻഡ് അവിടെ എൻ്റെ ഓഫീസിൽ വന്ന് ജോലിക്കായിട്ട്. അങ്ങനെ ജോലിക്ക് വന്നത് ഞങ്ങൾ ആസ് എ കലീഗ്, ഹസ്ബൻഡിൻ്റെ സഹോദരി ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു, അവിടെ കാണാൻ പോയി.
കാണാൻ പോയപ്പോൾ പേരൻസ്, ഹസ്ബൻഡിൻ്റെ പേരൻസ് അവിടെ ഉണ്ടായിരുന്നു. അവരെന്നെ കണ്ട് ഇഷ്ടപ്പെട്ടു. അവർ പിന്നെ പ്രപ്പോസ് ചെയ്തെനിക്ക്. അങ്ങനെ ഞാൻ എൻ്റെ കോന്നിയിൽ ഐരവൺ വീട്ടിൽ വന്നു ഹസ്ബൻഡിൻ്റെ ഫോട്ടോ കാണിക്കാൻ. അച്ഛനോടും അമ്മയോടും ഫോട്ടോ കാണിച്ചു. വിവാഹത്തിന് ഞാൻ സമ്മതിച്ചില്ല ആദ്യം. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അത് ക്രിസ്ത്യൻ, ഞാൻ ഹിന്ദു, നായർ, അത് പോസിബിലിറ്റി ഇല്ലായിരുന്നു എൻ്റെ വീട്ടിൽ. അല്ല, പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻ ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിലും അച്ഛനോടും അമ്മയോടും ചോദിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഫോട്ടോ കൊണ്ട് അച്ഛനെ കാണിച്ചു. അച്ഛൻ ഇത്രേ പറഞ്ഞുള്ളൂ, മോളെ നിനക്ക് ബോംബെയിൽ തന്നെ താമസിക്കേണ്ടവളാണ്, നിൻ്റെ ജീവിതം അവിടെ പോകേണ്ടതാണ്, അതുകൊണ്ട് നീ എന്ത് പറയുന്നു, നിനക്ക് ഒരു പ്രാവശ്യം അങ്ങനെ ഇൻ്റർകാസ്റ്റ് മാരേജ് കഴിഞ്ഞാൽ നീ തിരിച്ച് ഞങ്ങളുടെ ഇവിടെ വരാൻ പറ്റത്തില്ല, നിന്നെ സ്വീകരിക്കില്ല വീട്ടിലുള്ളവരാരും. ഞാനും അമ്മയും നിൻ്റെ അമ്മയും വയസ്സായി, പ്രായമായി, ഞങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും, പിന്നെ നിൻ്റെ ജീവിതം അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ അച്ഛൻ തന്നെ പറയും ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. കാരണം നല്ല ഫാമിലിയാണ്, ഹസ്ബൻഡിനെ പരിചയമായിടത്തോളം നല്ല സ്വഭാവമാണ്, ആള് ക്രിസ്ത്യനാണ് കാര്യശരി. പക്ഷേ അന്നേരം അച്ഛൻ ഇതേ പറഞ്ഞോളൂ, നിനക്ക് അവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നീ ജീവിച്ചോളൂ, അങ്ങനെ നിൻ്റെ ഇഷ്ടപ്രകാരം ഞങ്ങൾ വിട്ടു തരുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ വേണമെന്ന് നീ തന്നെ തീരുമാനിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചു പോയി ഈ വിവരം എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ അമ്മായി അച്ഛനും വന്ന് എന്നോട് പറഞ്ഞിട്ട് സ്വീകരിച്ചു എന്നെ. എന്നിട്ട് ബോംബെയിൽ മെത്തഡിസ്റ്റ് പള്ളി, ഥാനയിലെ പള്ളിയിൽ എൻ്റെ ബാപ്റ്റിസം, സ്പ്രിംഗ്ലിംഗ് ബാപ്റ്റിസം ചെയ്തു ആദ്യം. അങ്ങനെ ബാപ്റ്റിസം ചെയ്തു, അന്ന് തന്നെ എൻഗേജ്മെൻറ്റും ചെയ്തു. അങ്ങനെ ഞാൻ ഹസ്ബൻഡിനെ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ഹസ്ബൻഡായിട്ട് ഞാൻ എൻഗേജ്മെൻറ്റ് വഴി സ്വീകരിച്ചു. അങ്ങനെ അവിടുന്ന് എൻ്റെ വേറൊരു ജീവിതമായിരുന്നു യേശുവിൽ. അങ്ങനെ എന്നാലും യേശുവിനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിവില്ലായിരുന്നു. പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വിവാഹം ജാലനെ തന്നെ നടന്നു. ജാലനയിൽ അപ്പോൾ എൻ്റെ അനുജത്തി, പിന്നെ ഏറ്റവും മൂത്ത ചേച്ചിയുടെ മകൻ, ഇവരൊക്കെ കല്യാണത്തിന് വന്നിരുന്നു കൂടെ. അങ്ങനെ കല്യാണം നടന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ബോംബെയിൽ തന്നെ തിരിച്ചു പോയി അവിടെ അമ്പരനാഥിൽ ജീവിച്ചു 12 വർഷം. ഈ 12 വർഷത്തിനകം എൻ്റെ അച്ഛൻ, അമ്മ, മൂത്ത സഹോദരി ഇവരെല്ലാം എൻ്റെ കൂടെ വന്ന് വീട്ടിൽ താമസിച്ചു. കർത്താവിന് സ്തോത്രം. ഞാൻ വിശ്വസിച്ച ദൈവം എന്നെ കൈവിട്ടില്ല, എൻ്റെ ഫാമിലിയെ കൈവിട്ടില്ല. ഞാൻ വിചാരിച്ചിരുന്നു, ബോംബെയിൽ താമസിച്ച സഹോദരിയും 2 സഹോദരന്മാരുണ്ടായിരുന്നു, അവർക്കിഷ്ടമില്ലായിരുന്നു, അവരെന്നെ വിട്ടു. അപ്പോൾ എന്നിട്ടും എനിക്ക് ദുഃഖമില്ലായിരുന്നു. കാരണം എൻ്റെ അച്ഛനും അമ്മയും കൂടെ തന്നു, പകുതി മറ്റുള്ള 3 സഹോദരിമാരും ഒരു ബ്രദറും എനിക്ക് കൂട്ടുനിന്നു. അങ്ങനെ എൻ്റെ വിവാഹം നടന്നു. വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് യേശുവിലേക്ക് ഞാൻ നടന്നു ചെയ്ത ഒരു കുഞ്ഞിനെ കൈപിടിച്ച് നടത്തുന്നത് പോലെ യേശു എന്നെ കൈപിടിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് നയിച്ചു. അങ്ങനെ എൻ്റെ ഫാമിലി ലൈഫ് തുടങ്ങി. 2 മക്കളായി, 2 ആൺമക്കൾ. അത് കഴിഞ്ഞ് എൻ്റെ ജീവിതം ഇതിനിടെ വളരെ ഞാൻ ഓരോ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പൈസയ്ക്കായാലും അസുഖങ്ങളായാലും പല കാര്യങ്ങളും അങ്ങനെ ഉണ്ടായി. പക്ഷേ ഇവിടെ എനിക്ക് 5 സഹോദരിമാരായിരുന്നു ഞങ്ങൾ. അതുപോലെ എനിക്ക് 5 സഹോദരിമാരെ, എൻ്റെ ഹസ്ബൻഡിൻ്റെ സഹോദരിമാർ 5 പേര് എനിക്ക് കിട്ടി അവിടെ. ഇവിടെ എൻ്റെ അമ്മയും അച്ഛനെയും ഞാൻ വിട്ടിട്ട് പോയി 16-ാം വയസ്സിൽ. പക്ഷെ ഞാൻ പറയട്ടെ, എൻ്റെ അച്ഛനും അമ്മയായിരുന്നു എൻ്റെ അമ്മായിയമ്മയും അമ്മായി അച്ഛനും. എൻ്റെ അമ്മായി അച്ഛനാണെങ്കിൽ എന്നെ ആഹാരം ഇങ്ങനെ കൈകൊണ്ട് കഴിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വളരെ ആഗ്രഹമാണ്, ഞാൻ എന്നും അച്ഛൻ്റെ കൈ കൊണ്ട് ആഹാരം കഴിക്കുന്നവളായിരുന്നു. ഒരു ഉരുളയെങ്കിലും എനിക്ക് വേണം, അങ്ങനെ നിർബന്ധ ബുദ്ധിയായിരുന്നു. പക്ഷേ അവിടെ എൻ്റെ അമ്മായി അച്ഛൻ എന്നെ ആഹാരം കഴിപ്പിച്ചു. അങ്ങനെ എനിക്ക് കർത്താവ് ജീസസ് എന്നെ എല്ലാ രീതിയിലും എനിക്ക് വേണ്ട രീതിയിൽ എൻ്റെ ജീവിതം നയിച്ചു. എനിക്ക് സന്തോഷമായി ജീവിക്കാൻ സമ്മതിച്ചു. അങ്ങനെ 2 ആൺമക്കൾ, മോൻ 17-ാം വയസ്സിൽ, മോൻ്റെ 17-ാം വയസ്സിൽ ഞാനും മോനും കൂടെ ജാലനയിൽ ഒരു ലേക്ക് കൊണ്ട്
മോത്തിബാഗ് എന്ന് പറഞ്ഞ് അവിടെ മുങ്ങി ബാപ്റ്റിസം എടുത്തു. പിന്നെ ഇളയ മോനും ലോണാവലെ ബൈബിൾ കോളേജ് പഠിച്ചപ്പോൾ അവനും മുങ്ങി ബാപ്റ്റിസം എടുത്തു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളായിരുന്നു ബാപ്റ്റിസം എടുക്കാത്തത്. പുള്ളി ആദ്യമൊന്നും സമ്മതിച്ചില്ല. പിന്നെ ഒരു പ്രാവശ്യം ഹസ്ബൻഡ് വളരെ സിഗരറ്റ് വലിക്കുമായിരുന്നു. അപ്പോൾ അതിന് എത്ര പറഞ്ഞാലും കേൾക്കില്ലായിരുന്നു, സിഗരറ്റ് വിടില്ലായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് 5 ദിവസം അസുഖമായിട്ട് കിടന്നു. ഈ അസുഖത്തിന് ഇടയ്ക്ക് പുള്ളി സിഗരറ്റ് വലിച്ചിരുന്നില്ല പനി കാരണം. 6-ാം ദിവസം പനി മാറിക്കഴിഞ്ഞ് സിഗരറ്റ് കയ്യിലെടുത്തപ്പോൾ സ്വയം കർത്താവ് തന്നെ മനസ്സിൽ കൊടുത്തു, ഞാൻ ഈ 5 ദിവസം സിഗരറ്റ് വലിച്ചില്ല, അപ്പോൾ പിന്നെ ഇനി ഞാൻ എന്തിനാ വലിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ ആ ദിവസം തൊട്ട് സിഗരറ്റ് വലി നിർത്തി. അത് കഴിഞ്ഞു പിന്നെ സ്വയം കർത്താവ് തന്നെ സൂചിപ്പിച്ച് ബാപ്റ്റിസം എടുക്കാൻ പ്രേരണയായി. കാരണം ഞാൻ ഒരു ആൻസറേ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിരുന്നുള്ളൂ. ഒരു ആൻസർ എന്തെന്ന് ചോദിച്ചാൽ, ഒരു ബിൽഡിങ്ങിന് 4 പില്ലറുണ്ട് അല്ലേ, 4 സൈഡിൽ 4 പില്ലർ. അതുപോലെയാണ് നമ്മൾ ഹസ്ബൻഡ് വൈഫ് 2 കുഞ്ഞുങ്ങൾ. അപ്പോൾ അതിലൊരു പില്ലർ ലൂസാണ് എങ്കിൽ നമ്മുടെ ഫാമിലി, നമ്മുടെ വീട്, നമ്മുടെ കുടുംബം നിൽക്കില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു. അവിടെ വേറെ ഒരു പാസ്റ്ററും പറഞ്ഞു കൊടുത്തിരുന്നു ഇതുപോലെ. ബാപ്റ്റിസം, എൻ്റെ ബാപ്റ്റിസം കഴിഞ്ഞിട്ട് ജാലനയിൽ ഞാൻ സാമുവൽ മത്തായി എന്ന് പറഞ്ഞ് പെന്റിക്കോസ്റ്റൽ അല്ല, IPC അല്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ടായിരുന്നു. ജാലനയിൽ വന്നിരുന്ന പാസ്റ്റർ അവിടെ താമസിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് ചേർന്നാണ് കർത്താവിനെ വർഷിപ്പ് ചെയ്യുന്നത്, ആരാധിച്ചിരുന്നത്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ബാപ്റ്റിസം കഴിഞ്ഞിട്ട്, പക്ഷേ കർത്താവ് പറയുന്നത് പോലെ തന്നെ ഈ ബാപ്റ്റിസം കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിലും പരീക്ഷണം ഉണ്ടായി. ആ പരീക്ഷണം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ തന്നെ വീട്ടിലെ എൻ്റെ അനുജത്തി ഡൗറി കേസിന് വേണ്ടി എന്നെയും എൻ്റെ ഹസ്ബൻഡിനെയും അനുജനെയും അനുജൻ്റെ വൈഫ് എല്ലാം കൂടെ ചേർന്ന് കേസ് കൊടുത്തു. ഞങ്ങൾ ഡൗറി ചോദിച്ചു എന്നുള്ള ഒരു ഇതില്ല. ഡൗറിക്ക് ബെയിലില്ലല്ലോ. പക്ഷേ ആര് പറഞ്ഞാലും വിശ്വസിക്കില്ല. ഒരു ദിവസം ഫോൺ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഞങ്ങളെ, ശനിയാഴ്ച ദിവസമായിരുന്നു, ആ ദിവസം പോലീസ് വണ്ടിയെ കയറ്റി ഞങ്ങളെ കോർട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ ശനിയും ഞായറും ഞങ്ങളുടെ ജയിലിൽ വെക്കില്ല. ഇപ്പോൾ അവിടെ ജാലനയിലുള്ള ജയിലിൽ വെക്കാൻ പറ്റില്ല. അവരന്നേരം ഹർസുൽ എന്ന് പറയുന്ന ജയിലിലാണ് കൊണ്ടുപോകുന്നത്, ഔറംഗാബാദിൽ. അതിനുവേണ്ടി അവർ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പോടെ ഞങ്ങളെ കൊണ്ടുപോയി. പക്ഷെ അവിടെ കർത്താവ് അത്ഭുതമായിട്ട് ഞങ്ങളെ കാത്തുരക്ഷിച്ചു. ഞാൻ ആ വണ്ടിയിലിരുന്ന് പ്രൈസ് ദ लॉर्ड, धन्यवाद यीशु, धन्यवाद, आपकी मर्जी, आपकी मर्जी, हमने कुछ गुनाह नहीं किया हुआ है, फिर आपकी मर्जी है, हमको जेल में क्यों लेके जाना ना, हमने कुछ गलती किया ही नहीं है എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോർട്ടിൽ കൊണ്ടുപോയി. ശനിയാഴ്ച കോർട്ടില്ല. അപ്പോൾ അവർ വിചാരിച്ചിരുന്നു കോർട്ടില്ലാത്തത് കാരണം ഞങ്ങളെ നേരെ ഹർസുൽ ജയിലിൽ കൊണ്ടുപോയി അടിക്കണം, ഞങ്ങളെ ശിക്ഷിക്കണം. അതിനായിരുന്നു പ്ലാനിങ്. ഈ കേസ് കൊടുത്ത് അനുജത്തിയും അവരുടെ ബന്ധുക്കാരും. ഇല്ല, ഡൗറി ഒരു കേസും സംസാരിച്ചില്ല. ഞങ്ങൾക്ക് സ്വത്തുണ്ടായിരുന്നു. ആ സ്വത്ത് കൈയടക്കാൻ വേണ്ടിയുള്ള പ്ലാനായിരുന്നു. അല്ല, അവിടെ എൻ്റെ ഹസ്ബൻഡ് അവിടെ. ഇത് ജാലനയിലെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ അവിടുന്ന് ആ ഒരു സാക്ഷി എന്ന് പറയുന്നത്, ഇത് പ്രത്യേകിച്ച് ഞാനത് ഇതുകൊണ്ടാണ് പറയുന്നത്, കർത്താവ് ഇല്ല അല്ലെങ്കിൽ യേശു ഇല്ല എന്ന് പറയുന്നവർക്ക് ഇതൊരു ഉദാഹരണമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അന്ന് ഞങ്ങളെ കോർട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവിടെ എക്സാം നടന്നുകൊണ്ടിരിക്കുമായിരുന്നു മേളിൽ സ്റ്റാഫിൻ്റെ. അവിടെ ജഡ്ജ് അവിടെ ഉണ്ടായിരുന്നു സൂപ്പർവൈസറായിട്ട്. ഞങ്ങളെ അവിടെ കൊണ്ടുപോയി. എന്നിട്ട് ഞങ്ങൾക്ക് പരിചയമുള്ള ആ കോർട്ടിൽ തന്നെ ഒരു സ്റ്റെനോ ആണ് അശ്വിൻ എന്ന് പറഞ്ഞിട്ട്, ആ കുട്ടി ജഡ്ജിനോട് പറഞ്ഞു, ഇതൊരു കള്ളക്കേസാണ്, എൻ്റെ സഹോദരനും എന്നെ ഭാവി എന്ന് ചേട്ടത്തിയമ്മ ഇവരുടെ എല്ലാം പേര് കള്ളക്കേസാണിത്, അതുകൊണ്ട് പ്ലീസ് മൺഡേ സവേരെ തിങ്കളാഴ്ച രാവിലെ വരെ ജാമ്യം തരണമെന്ന്. അപ്പം ഞങ്ങൾ തിങ്കളാഴ്ച രാവിലെ വന്ന്
ഞങ്ങൾ വന്നോളാം, എല്ലാവരെയും കൊണ്ടുവന്നോളാം എന്നാണ്. ആദ്യം ഇല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ജഡ്ജ് പിന്നെ എല്ലാം കേട്ട് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒപ്പിട്ട് തന്നു. എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച രാവിലെ വരെയുള്ള ജാമ്യം തന്നു. അത് ആ ശനിയാഴ്ച അഥവാ ഞങ്ങളെ കൊണ്ടുപോയി അന്ന് ആ ജഡ്ജ് കേട്ടിരുന്നില്ല എങ്കിൽ ഞങ്ങൾ നേരെ ജയിലിൽ പോകേണ്ടി വന്നേനെ. പക്ഷെ ഞങ്ങൾ നിർദോഷരായിരുന്നു, ഞങ്ങൾ ഒന്നുമേ ചെയ്തിരുന്നില്ല. അങ്ങനെ പിന്നെ ആ കേസ് 5 വർഷവും 15 ദിവസവും നടന്നു അവിടുന്ന്. അങ്ങനെ ഞങ്ങൾ ആ ജഡ്ജിൻ്റെ ഒരു ലേഡി ജഡ്ജായിരുന്നു. അവരെ മുഖാന്തരം ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും വന്നിട്ട് ഞങ്ങളുടെ കാര്യം സക്സസ് ആയി. ഞങ്ങൾ തന്നെ ജയിച്ചാൽ ആ കേസ്. അങ്ങനെ ദൈവം ഞങ്ങളെ എല്ലാ ആപത്തിൽ നിന്നും എല്ലാ ദുഃഖങ്ങളിൽ നിന്നും അനുകൂലമായി വളരെ വളരെ സഹായം ചെയ്ത ജീവിതം. മക്കളെ നല്ലപോലെ പഠിപ്പിക്കാനും അവരുടെ ഭാവിക്ക് വേണ്ടി ചെയ്യാനും. മൂത്ത മകൻ ഇന്നിപ്പം ബൈബിളിൻ്റെ PhD ചെയ്യുകയാണ്. മോൻ ഇപ്പോൾ കോളേജ് ലെക്ചററാണ്. സെക്കുലർ കോളേജിൽ ബൈബിൾ കോളേജിലെ ലെക്ചററാണ്. ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി പോയി. ഇളയ മകൻ BSc നഴ്സിംഗ് കഴിഞ്ഞ് ഗവൺമെൻറ് ജോലി കിട്ടി. മെയിൽ നേഴ്സായിട്ട് ഫാമിലിയായിട്ട് താമസിക്കുന്നു. 2 പേരും കല്യാണം കഴിഞ്ഞു. കൊയിനോനിയ ഫെലോഷിപ്പ് അല്ല, സ്വന്തമല്ല, ചർച്ചിനോട് ചേർന്ന് ജോലി ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ ഫാമിലി ലൈഫ് നല്ലതായി പോയി. 47 വർഷം എൻ്റെ കൂടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളി കുറച്ച് അസുഖമൊക്കെ ആയിട്ട് 2024 ദൈവത്തോട് ചേർന്നു. അങ്ങനെ അത് കഴിഞ്ഞ് എൻ്റെ ജീവിതം ഞാൻ ആദ്യം തൊട്ടും ബോംബെ, പൂനെ, ഔറംഗാബാദ്, ജാൽന ഈ 4-5 സ്ഥലത്തും കർത്താവിൻ്റെ വേല ചെയ്യാനും അതിനുവേണ്ടി ഞാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. നല്ലൊരു ഗായികയാണെന്ന് കേട്ടു. സംഗീതമൊക്കെ പഠിച്ചിട്ടുണ്ട്. ചെറുപ്പകാലത്ത് ഞാൻ സംഗീതം, ഭരതനാട്യം ഇതൊക്കെ പഠിച്ചതാണ് കൂടുതലായിരം. അത് കഴിഞ്ഞ് പിന്നെ സംഗീത സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു, കുറച്ച് പഠിച്ചു. കീർത്തനം വരെ, വർണ്ണം കീർത്തനം വരെ. അത് കഴിഞ്ഞ് പിന്നെ ബോംബെ പോയത് കാരണം എല്ലാം വിട്ടിട്ട് പോകേണ്ടി വന്നു. പക്ഷേ അന്ന് എൻ്റെ അച്ഛൻ്റെ കൂടെ ചേർന്ന് ഞാൻ ഭജനം പാടുമായിരുന്നു. ഹാർമോണിയം വായിക്കുമായിരുന്നു അച്ഛൻ. അത് ഞാൻ പാടുമായിരുന്നു. പക്ഷെ ഇന്ന് എനിക്കത് മനസ്സിലായി. ഇത് അന്നേ ദീർഘദൃഷ്ടിയിൽ ദൈവം അത് കണ്ടതാണ്. എന്നിട്ട് അവിടുന്ന് തന്നെ ഞാൻ കർത്താവിൻ്റെ വിശ്വാസത്തിലേക്ക് വന്നത് കഴിഞ്ഞ് ഞാൻ 28 പാട്ട് എഴുതിയിട്ടുണ്ട്. മറാഠി, ഹിന്ദി, ഒരു മലയാളമുണ്ട്. പിന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് എൻ്റെ കാസറ്റ് ഉണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും പാട്ട് പാടാൻ ഞാൻ എഴുതിയ ഒരു മലയാളം പാട്ടുണ്ട്. അതിൻ്റെ 8 വരി പാടാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഞാൻ പല പ്രാവശ്യം പാടിയിട്ടുള്ളതാണ്. ഞാൻ പാടാം. നീയല്ലാതാരുമില്ലുലകിൽ യേശു നിന്നെ സ്നേഹിച്ചവൾക്ക്. നീയല്ലാതാരുമില്ലുലകിൽ യേശു നിന്നെ സ്നേഹിച്ചവൾക്ക്. ആപത്തിലും ദുഃഖത്തിലും നീ എന്നെ കാത്തുരക്ഷിച്ചിടണേ. ആപത്തിലും ദുഃഖത്തിലും നീ എന്നെ കാത്തുരക്ഷിച്ചിടണേ. നീയല്ലാതാരുമില്ലുലകിൽ യേശു നിന്നെ സ്നേഹിച്ചവൾക്ക്. ഉറ്റവർ ഉടയവർ കൈവിട്ടപ്പോൾ യേശു നീ എന്നെ സ്നേഹിച്ചവൻ. ഉറ്റവർ
പ്രാർത്ഥനയിൽ മുങ്ങിയപ്പോൾ മാറോട് ചേർത്തന്നെ ലാളിച്ചവൻ നീയല്ലാതാരുമിൽ ഈ ഉലകിൽ യേശു നിന്നെ സ്നേഹിച്ചവൾക്ക് യേശു നിന്നെ സ്നേഹിച്ചവൾക്ക്. ഹല്ലേലൂയ. ഈ പാട്ടിന്റെ അടികൾ പാടാനും ഇത് രചിക്കാനുമുള്ള മാനസികമായ പ്രത്യേക സാഹചര്യങ്ങളുണ്ടല്ലോ, അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 1970 ബോംബെയിൽ പോയി. 70 തൊട്ട് 75 വരെ വളരെ സ്ട്രഗിളിങ് ലൈഫായിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ ഹസ്ബൻഡിനെ കണ്ടുമുട്ടിയതും വിവാഹമൊക്കെ കഴിഞ്ഞതും അതെല്ലാം. പക്ഷേ എന്ന് വെച്ച് ഹസ്ബൻഡ് കിട്ടി വിവാഹം കഴിഞ്ഞു എന്ന് വെച്ച് ഞാൻ വളരെ സുഖകരമായ ജീവിതമായിരുന്നില്ലല്ലോ. കഷ്ടപ്പാട് എന്ന് വെച്ചാൽ ജോലി ചെയ്യണം, രണ്ടുപേരും ഞങ്ങൾ കഷ്ടം അനുഭവിച്ചു. പ്രൈവറ്റ് ജോബ്, 2 കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കണമായിരുന്നു, അവരുടെ പഠിത്തം. അത് കഴിഞ്ഞ് ഞങ്ങൾ 1990-ലാണ് ജാൽനെ വന്നത്. ആദ്യം ബോംബെയിലായിരുന്നു. എൻ്റെ ഫാദർ-ഇൻ-ലോ മരിച്ചു, അമ്മായി അച്ഛൻ മരിച്ചത് കാരണം ഞങ്ങൾ ജാൽനെ വന്നു. ജാൽനെ വന്നു കഴിഞ്ഞാണ് വീണ്ടും സ്ട്രഗ്ലിങ് എന്ന് വെച്ചാൽ ആദ്യം തൊട്ടേ ജോലി ചെയ്യണം. ഇവിടുത്തെ ജോലി വിട്ടിട്ടാണ് പോയത്. ആദ്യം സ്റ്റാർട്ടിങ് തൊട്ട് വീണ്ടും ഞങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കേണ്ടി വന്നു. അന്നത്തെ 1990-ൽ 700 രൂപ ശമ്പളം. ആലോചിച്ച് നോക്കൂ, 700 രൂപയ്ക്ക് ഞങ്ങൾ 2 കുഞ്ഞുങ്ങളെ നോക്കണം. ഞങ്ങൾ 6 പേര് വീട്ടിൽ, ആഹാരം വേണം. അങ്ങനെ എല്ലാ രീതിയിലും ഞങ്ങൾ വളരെ സ്ട്രഗിളിങ് ലൈഫായിരുന്നു. പക്ഷെ കർത്താവ് ഒരിക്കലും കൈവിട്ടിട്ടില്ല. ഈ ഗാനങ്ങൾ രചിക്കുന്നതൊക്കെ അടുത്ത ഇടങ്ങളിലാണോ അതോ? അല്ല, ആ സമയത്ത് ജാലനയിലുള്ള സമയത്ത് എൻ്റെ അമ്മായിയമ്മ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു. എൻ്റെ അമ്മായിയമ്മ റിട്ടയർമെൻറ്റ് ആയി കഴിഞ്ഞിട്ട് ഞാൻ മാനേജറായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ആ ജോലി വിട്ടിട്ട് ഞാൻ എൻ്റെ അമ്മായിയമ്മയെ നോക്കാൻ വേണ്ടി ജോലി വിട്ടു. 6 വർഷം അമ്മായിയമ്മ എൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ 80 വയസ്സ് കഴിഞ്ഞ അമ്മായിയമ്മയാണ് ആ സമയത്ത്. ആ അമ്മായിയമ്മയെ നോക്കാൻ വേണ്ടിയാണ് ഞാൻ ജോലി വിട്ടത്. ഞങ്ങൾ രണ്ടും കൂടെ ഫ്രണ്ട്സ് ആയിരുന്നു. അമ്മായിയമ്മയും മരുമകളും അല്ലായിരുന്നു. എന്നെ എപ്പോഴും എൻ്റെ പേര് വിളിച്ചുകൊണ്ട് പ്രഭയെ 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 എപ്പോഴും ഞാൻ അടുത്ത് വേണമായിരുന്നു. അപ്പോൾ അമ്മായിയമ്മ അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അടുത്ത കട്ടിൽ അങ്ങനെ അടുപ്പിച്ച് വെച്ച് എൻ്റെ കയ്യിലാണോ തല വെച്ച് ഉറങ്ങുന്നത് അമ്മായിയമ്മ. അത്രയ്ക്ക് സ്നേഹമായിരുന്നു. ഒരു കുഞ്ഞിനെ പോലെ ഞാൻ നോക്കി. എന്നിട്ട് ആ അമ്മായിയമ്മയെ സലയിൽ വെച്ചിട്ടുണ്ട്, കയ്യെ സൂചി കുത്തിയിട്ടുണ്ട്. രാത്രി ഞാൻ ഉറങ്ങില്ല. അങ്ങനെ കാത്തിരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ പാട്ടുകളൊക്കെ കിട്ടുന്നത്. കർത്താവ് ആ സമയത്ത് ബൈബിൾ വായിക്കുകയാണ്. ഞാനും കർത്താവും കൂടെ, എൻ്റെ യേശുവും കൂടെ അടുത്ത റിലേഷനാണ്, ക്ലോസ് റിലേഷനാണ്. അത് വർണ്ണിക്കാൻ പറ്റില്ലത്, മറ്റുള്ള ആൾക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റില്ല. എനിക്ക് ഇത്രേ പറയാനുള്ളൂ പ്രേക്ഷകർക്ക്. ആരൊക്കെ യേശുവിൽ സന്തോഷത്തോടുകൂടി മനസ്സോട് ഹൃദയത്തോടു കൂടി വിശ്വസിക്കുമോ ആ ആളിനെ കർത്താവ് ഒരിക്കലും അത്രയും ഫ്രണ്ടായിട്ട് ഡീപ്പായിട്ട് ദൈവസ്നേഹം അനുഭവിച്ച സന്ദർഭങ്ങളിൽ ആന്റി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ദർശനമായിട്ടോ സ്വപ്നമായിട്ടോ ഒക്കെ ദർശനം കണ്ടിട്ടുണ്ട്, വിഷൻ കണ്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ 1985 ഇവിടെ ജാലനെ വരുന്നതിന് മുമ്പാണ്. അങ്ങനെ 1985 സെപ്റ്റംബർ 25 ദിവസം ഡേറ്റ് ഓർമ്മയുണ്ട്. രാത്രി ഇങ്ങനെ കിടന്ന സമയത്ത് ഞാൻ കാണുകയാണ്, ഞാൻ ഓടുകയാണ്, ഞാൻ ഇങ്ങനെ റണ്ണിങ് ചെയ്യുക, ഓടുകയാണ്. എൻ്റെ ജീവിതത്തിലെ എന്തോ ദുഃഖങ്ങൾ കൊണ്ട് ഞാൻ കരഞ്ഞുകൊണ്ട് ഓടുന്നു. വളരെ സ്പീഡിൽ ഇങ്ങനെ ഓടുന്ന സമയത്ത് ഞാൻ ചെന്നിങ്ങനെ വീഴുകയാണ് മുന്നോട്ട്. ആ വീഴുമ്പോൾ എന്തുവാണ്, കർത്താവ് ഇങ്ങനെ അങ്ങ് നിൽക്കുന്നു, വെള്ള വസ്ത്രം ധരിച്ച് കർത്താവോടെ നിൽക്കുന്നു. ആ അനുഭവമാണ് എനിക്ക് ആദ്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ച സമയത്ത് എൻ്റെ തൊട്ട ഓർമ്മയുണ്ട്. മുൻപിലാണ്. ആ മുൻപിലാവുക എന്നെ ഇങ്ങനെ പിടിച്ചെഴുന്നേറ്റിരുന്നു. എനിക്ക് കർത്താവിൻ്റെ മുഖം കാണാൻ വയ്യ, പാദം കണ്ടു ഞാൻ. ആ പാദത്തിലാണ് ചെന്ന് വീണത്.
വെള്ള വസ്ത്രവും കണ്ടു ഞാൻ. പക്ഷേ ഇങ്ങനെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ എന്നോട് ഇത്രയും പറയുകയാണ്, കരയരുത്, ഒട്ടും കരയരുത്, പോയി 49 വായിക്കും, പോയി 49 വായിക്കും. എൻ്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ പിന്നാണ് എനിക്ക് റിയലൈസ് ആയേ, അയ്യോ കർത്താവ് പറഞ്ഞു എന്നോട് 49 വായിക്കാൻ, ഏതാ വായിക്കെങ്കിൽ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ പിറ്റേ ദിവസം സെപ്റ്റംബർ 26 ആണ്, 26. അങ്ങനെ സെപ്റ്റംബർ 26-ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് വളരെ അസ്വസ്ഥതയുണ്ടായി. ഈ 49 എന്താണ് വായിക്കേണ്ടത്? അങ്ങനെ ഞാൻ അന്ന് ഞങ്ങളുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു അമ്പർനാഥ് മെത്തഡിസ്റ്റ് പള്ളിയിൽ. അവിടെ ലേഡീസിൻ്റെ പ്രെയർ ആയിരുന്നു. ഞങ്ങൾ പ്രെയർ ചെയ്യുന്നിരുന്നപ്പോൾ എൻ്റെ സാക്ഷി പറഞ്ഞു, ഞാൻ രാത്രിയിൽ ഇങ്ങനെ സ്വപ്നം കണ്ടു, 49 വായിക്കാൻ പറഞ്ഞു. ഞാൻ ഏതാണ് വായിക്കേണ്ടതെന്ന് എനിക്ക് ചോദിച്ചില്ല കർത്താവിനോട്. അപ്പോൾ പാസ്റ്റർ ആ പള്ളിയിലെ പാസ്റ്റർ പറഞ്ഞു, സിസ്റ്റർ ഒരു കാര്യം ചെയ്യൂ, പ്രാർത്ഥിക്കൂ, കാണിച്ചു തരും. കർത്താവ് പറഞ്ഞതാണെങ്കിൽ തീർച്ചയായിട്ടും കാണിച്ചു തരും ഏതാണെന്ന്. ഞങ്ങൾ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് അന്ന് അവിടെ ആഹാരം ഉണ്ടായിരുന്നു, കുഞ്ഞിൻ്റെ പിറന്നാൾ എന്തോ ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പ്രെയറെല്ലാം കഴിഞ്ഞിട്ട് അപ്പറും അറിയുമോ, ഡെയിലി ബ്രെഡ് വായിക്കുന്ന പുസ്തകം, ഒരു ചെറിയ പുസ്തകം. അതിലൊരു സിസ്റ്റർ എടുത്ത് പറഞ്ഞു, ഇന്നത്തെ വചനം നോക്കാം നമുക്ക്, ഇന്ന് എന്തുവാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. അപ്പോൾ ആ വചനത്തിൽ ഹെഡിങ് എന്തുവാണോ, യെശയ്യാ 49. അന്ന് ആ ദിവസം വായിക്കേണ്ടത് യെശയ്യാ 49. അപ്പോൾ ഉടനെ പാസ്റ്റർ അത് കേട്ടിട്ട് പറഞ്ഞു, സിസ്റ്ററെ പറഞ്ഞിരുന്നില്ലേ, നിങ്ങളെ കാണിക്കും, കർത്താവ് കാണിച്ചു തരും. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ആ യെശയ്യാ ഫുൾ വായിച്ചു. യെശയ്യാ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലെ ഫുൾ വായിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് പാസ്റ്റർ പറഞ്ഞു തന്നു, സിസ്റ്റർക്ക് അതാണ് പറഞ്ഞത്, കരയരുത്. എന്താ യെശയ്യാ 49-ന്റെ 15 വചനം എന്താണ്? അമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും മറക്കുമോ എന്നാ ചോദിച്ചിരിക്കുന്നത്. മറക്കുമോ? എന്നാലും ഞാൻ നിന്നെ മറക്കില്ല, എൻ്റെ കൈവെള്ളയിൽ നിന്റെ രൂപം എഴുതിയിട്ടുണ്ട്. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു, നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. ആ വചനം കേട്ട് ഒന്നുകൂടി എൻ്റെ വിശ്വാസം വർദ്ധിച്ചു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവത്തോട് അടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞില്ല, അതൊക്കെ കഴിഞ്ഞാണ് 90-ൽ ജാൽനയിലേക്ക് വന്നത്. ജാൽന വന്നപ്പം കുറച്ച് ദിവസങ്ങളിൽ ബുദ്ധിമുട്ടായിരുന്നു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും എല്ലാ കാര്യങ്ങൾക്കും. ഈ പാട്ടുകൾ എഴുതിയതിൽ ആദ്യം എഴുതിയ പാട്ട് ഏതാണെന്ന് മെമ്മറി ഉണ്ടോ? ഓർമ്മയുണ്ടോ? ആദ്യം എഴുതിയ പാട്ടാണ് ഞാൻ അന്ന് പള്ളി പാടിയ പാട്ട്. അല്ല, ഹിന്ദി പാട്ടാണ്. ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ അവിടെ കുന്നുകൾ കണ്ടു. ആ കുന്നുകളിൽ പക്ഷികൾ പറന്നുകൊണ്ട് അങ്ങനെ ചെന്ന് പറയുന്നു, ഉണരുവിൻ, ഉറങ്ങിക്കിടക്കുന്നവരെ ഉണരുവിൻ, എന്നിട്ട് ഹല്ലേലൂയ പാടുവിൻ. പക്ഷികൾ പാടുന്നതിനനുസരിച്ച് നിങ്ങളും പാടുവിൻ, ഞാനും പാടാം, നമ്മളെല്ലാവരും കൂടി ഹല്ലേലൂയ ചെയ്യാം. അവസാനമായി എഴുതിയ പാട്ട് ഓർമ്മയുണ്ട്? അവസാനമായി എഴുതിയതാണ് ഇന്ന് പാടിയ മലയാളം. മൊത്തം എത്ര പാട്ട് എഴുതി? 27. എത്ര റിലീസായി? അതിൽ 3 പാട്ട് എൻ്റെ കാസറ്റ് ഉണ്ട്. ഒന്നാ ഉടുത്തെ പഞ്ചി പോലെ എന്നുള്ള ഞാൻ 2 വരി പാടാൻ ആഗ്രഹിക്കുന്നു. അന്ന് കർത്താവ് 10 മിനിറ്റിനകം എഴുതിയ പാട്ടാണത്. അതിൻ്റെ ട്യൂൺ, അതിൻ്റെ വേർഡ്സ്, വാക്യങ്ങൾ എല്ലാം കർത്താവ് തന്നെ തന്ന വാക്യങ്ങളാണത്. ഞാൻ എവിടുന്നും ബോറോ ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. അവിടെ ഇരുന്ന് വീട്ടിൽ ഇരുന്ന് ഇതുപോലെ 10 മിനിറ്റ് കൊണ്ട് എഴുതിയ പാട്ടാണത് ഈ പാട്ട്. ഉടുത്തെ പഞ്ചി പോലെ ഹല്ലേലൂയാ, उड़ते पंछी बोले हालेलुया, वादियों में गूंज उठे हालेलुया, वादियों में गूंज उठे हालेलुया,
जागो जागो सोने वालों जागो रे, जागो जागो सोने वालों जागो रे। उड़ते उड़ते पंछी बोले हालेलुया, वादियों में गूंज उठे हालेलुया। तुम भी बोलो हम भी बोले हालेलुया, ओ हालेलुया, ओ हालेलुया। ഈ പാട്ട് ആൻറ്റി വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങിയതിനു ശേഷം മാതാപിതാക്കളുടെ അനുതാപനങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവർ സന്തോഷത്തോടെ വന്നു താമസിച്ചു പാർന്നു. നിങ്ങളുടെ ജനരക്തങ്ങളിൽപ്പെട്ടവരാരെങ്കിലും സഹോദരന്മാർ, ഓൺ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആരെങ്കിലും ഈ സത്യത്തിന്റെ പാതയിലേക്ക് വരാനിടയായി? ഇല്ല ഇല്ല പാസ്റ്ററെ, വന്നില്ല. കാരണം ഞാൻ പല പ്രാവശ്യം ശ്രമിച്ചു, പക്ഷെ ആരും കർത്താവിലേക്ക് വന്നില്ല. പക്ഷെ ആരും എനിക്ക് കൂട്ടി നിന്നവരാരും എതിർത്തുമില്ല. ഇല്ല, ഇപ്പോഴും എതിർത്തില്ല. എന്നെ പള്ളി, ഞാനിവിടെ നാട്ടിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞു പള്ളിയിൽ പോകുന്നതിനോ അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ വിശ്വസിക്കുന്നതിനോ അതിനൊന്നും അവർക്ക് ആർക്കും വിരോധമില്ല. അവർക്ക് യേശുവിനെ കുറിച്ച് അറിയാം, യേശുവിനെ കുറിച്ച് അവർ ദോഷമൊന്നും പറയുന്നില്ല. പക്ഷെ അവർ പറയുന്ന, ഇവിടെ ഞാൻ നാട്ടിൽ വന്നിട്ട് ഒരു കാര്യം ശ്രദ്ധിച്ചു, എല്ലാവരും മതത്തെയാണ് നോക്കുന്നത്. മിക്കവാറും ഹിന്ദുക്കളായാലും ക്രിസ്ത്യൻസ് ആയാലും സമൂഹത്തെ നോക്കുകയാണ്. പക്ഷെ ഞാൻ സുവിശേഷം അറിയിക്കുന്നിടത്ത് ഒരു കാര്യം മാത്രമാണ് പറയുന്നത്, ജീസസ് ഈസ് മൈ സേവിയർ. എൻ്റെ കർത്താവാണ്, എന്നെ രക്ഷിച്ചവനാണ്. എൻ്റെയും യേശുവിൻ്റെയും റിലേഷൻ പോലെ നിങ്ങളും പേഴ്സണലി നിങ്ങൾ സ്വയം വിശ്വസിച്ച് നോക്കൂ, അപ്പം നിങ്ങൾക്ക് യേശുവിനെ അറിയാം. സങ്കീർത്തനം 34:8 വാക്യം എന്തു പറയുന്നത്? യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയും. അത് ചെറിയ വാക്കല്ലത്, കാരണം അത് പറയാൻ എളുപ്പമാണ്, രുചിച്ചറിവിൻ. പക്ഷെ എന്നിട്ട് പറയുന്നു, നിങ്ങൾ ഈ ലോകത്തിൻ്റെ ഉപ്പാണ് അല്ലേ? ഒന്ന് അവിടെ യേശുവിനെ രുചിച്ചറിയുവിൻ എന്ന് പറയുന്നു. എന്നിട്ട് അപ്പോൾ ആ യേശു ഉപ്പായിട്ട് കരുതണമെങ്കിൽ, രുചിയായിട്ട് കരുതണമെങ്കിൽ മനസ്സുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കണം, ഹൃദയം കൊണ്ട് സ്വീകരിക്കണം. അത് പറയാനും സന്തോഷമാണ് എനിക്ക്. ഈ കേസ് കൊടുത്തത് തന്നെ പ്രോപ്പർട്ടിക്കും പൈസയ്ക്കും വേണ്ടിയായിരുന്നു. ആ പൈസ കൊണ്ടുപോയി പലിശയ്ക്ക് കൊടുത്തു. ആ പൈസ തിരിച്ചു വാങ്ങിക്കാൻ പോയപ്പോൾ കത്രിക വെച്ചു ഇവിടെ കുത്തി ആളിനെ കൊന്നു. എൻ്റെ അനുജൻ്റെ ഭാര്യയുടെ ആങ്ങള. അപ്പോൾ അന്ന് എനിക്ക് ഫോൺ വന്നു ക്ഷമ ചോദിച്ചുകൊണ്ട്. അപ്പം മനസ്സിലായില്ലേ, പൈസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വത്തിന് വേണ്ടി സഹോദരങ്ങളായാലും ആരായാലും പരസ്പരം വഴക്കടിക്കുന്നവർക്ക് ഇതൊരു ഉദാഹരണമാണ്. കാരണം ഈ പൈസ, ഈ സ്വത്ത്, ഇതൊക്കെ ഇവിടെ തന്നെ നഷ്ടമാകുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഹൃദയം, വിശ്വാസം, യേശുവിനെ തിരിച്ചറിയുന്നത്, അതാണ് ഇന്ന് ഈ ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തിൽ വെച്ചിരിക്കുന്ന ഏറ്റവും ധനം, വലിയ ധനമാണത്. നിങ്ങൾ ഫാമിലി മാത്രമേ ഉള്ളൂ? അമ്മായിപ്പൻ്റെ ഭവനത്തിൽ നിന്ന് പശ്ചാത്തലത്തിൽ നിന്ന് വിശ്വാസവാദം അല്ല, എൻ്റെ ഫാമിലി, എൻ്റെ മക്കളുണ്ട്. ഇപ്പം അല്ല, നിങ്ങളുടെ ഫാദറിനോടെ കുടുംബത്തിൽ, ഹസ്ബൻഡിന്റെ കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കാണ്. എല്ലാവരും വിശ്വാസികളാണ്, പക്ഷേ പെന്തിക്കോസ്റ്റ് വിശ്വാസികളാണ്. പെന്തിക്കോസ്റ്റിൽ ആരും അങ്ങനെ വിശ്വാസികളല്ല. എൻ്റെ മൂത്ത മകൻ കുറച്ച് വിശ്വസിക്കുന്നുണ്ട്, അവൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ മറ്റേ ആരും അങ്ങനെ പെന്തിക്കോസ്റ്റൽ വിശ്വാസികളല്ല. പക്ഷേ യേശുവിനെ അറിഞ്ഞ് അനുഭവിച്ച് യേശുവിൻ്റെ തത്വപ്രകാരം ജീവിതം ജീവിക്കും. ദർശനം കിട്ടുന്ന പറഞ്ഞില്ലേ? അതെ. ആ ദർശനത്തിന് കണ്ടിന്യൂഷൻ ആയിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ദൈവം ഇങ്ങനെ ദർശനം വരെ തരാറുണ്ടോ? ദർശനം ഒരു പ്രാവശ്യം എനിക്ക് ഇതുപോലെ സ്വപ്നം കണ്ടു. രാവിലെ വെച്ച് ഈ ഒരു വിമാനം വന്ന് ഞങ്ങളുടെ വീടിൻ്റെ ഗേറ്റിൽ വീഴുന്നു. അതിൽ എനിക്കിപ്പോൾ ശരിക്കും ഓർമ്മയില്ല, 126 തോന്നുന്നു. അല്ല,
ആ വിമാനത്തിൽ 126 പേര് ഓൺ ദ സ്പോട്ട് മരിക്കുന്നുണ്ട്. എൻ്റെ സ്വപ്നത്തിൽ ഇങ്ങനെ വന്നു. ഞാൻ ഞെട്ടി ഉണർന്നു. എന്നിട്ട് ആ ദിവസം രാവിലെ ഉണർന്നപ്പോൾ ന്യൂസ് പേപ്പർ വരില്ലേ, ആ ന്യൂസ് പേപ്പറിൽ എന്തോ വന്നിരിക്കുന്നത്, ഒരു ഷിപ്പ് മറിഞ്ഞ് ആ എക്സാക്ട് 126 പേരും മരിച്ചിരിക്കുന്നു. ഫുൾ ആൾക്കാർ മരിച്ചു. അതിലൊരു മലയാളി ഉണ്ടായിരുന്നു അമ്പലനാഥിൽ, ആ കുട്ടിയുടെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു, മരിച്ചു. അങ്ങനെ അങ്ങനെ അനുഭവങ്ങളുണ്ട്, പല അനുഭവങ്ങളുണ്ട്. കർത്താവ് വിഷമിച്ചിരിക്കുന്ന സമയത്തൊക്കെ, പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ, അതൊക്കെ ഒരു പ്രാവശ്യമാണെങ്കിൽ എൻ്റെ 2 കുഞ്ഞുങ്ങൾക്കും ചിക്കൻ പോക്സ് വന്നു. അത് പറയാതിരിക്കാൻ പാടില്ല. മറ്റേ ക്ഷമ പറയണോ, അത് സാക്ഷിയാണത്, ടെസ്റ്റ് മണിയാ. എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് അവിടെ പോകുന്ന സമയത്ത്, ആശുപത്രി പോകുന്ന സമയത്ത് കയ്യിൽ പൈസ ഇല്ലായിരുന്നു, ഡോക്ടർക്ക് കൊടുക്കാൻ പൈസ ഇല്ലായിരുന്നു. പക്ഷേ ഒരു മോനെ കയ്യിലെടുത്തുകൊണ്ട് മറ്റേ മോനെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ എന്തോ ഇങ്ങനെ ചുമന്ന കളറിൽ പേപ്പർ കാണുന്നു. അപ്പോൾ ആ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ 60 രൂപ, 20ൻ്റെ നോട്ടിൻ്റെ 60 രൂപ. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ചോദിച്ചു ഇത് ആരുടെയെങ്കിലും ആണോ എന്ന്. പക്ഷേ ആരുടെ അല്ലായിരുന്നു. പക്ഷേ കടം പറയാതെ ഡോക്ടറെ അടുത്ത് വരുന്നു, വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ പല പല അനുഭവങ്ങളുണ്ട് പറയാൻ. വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിയതിനു ശേഷം ഒത്തിരി അത്ഭുതങ്ങളുണ്ട്. അതിലെല്ലാം വലുത് എൻ്റെ 70-ാം വയസ്സിൽ എനിക്ക് ബൈബിൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. എൻ്റെ ഹസ്ബൻഡിന് സുഖമില്ലായിരുന്നു, എന്നിട്ടും എന്നെ വിട്ടു കോളേജിൽ. അവിടെ നിന്ന് എൻ്റെ ഡിപ്ലോമ ബൈബിൾ കോളേജിൽ പഠിക്കാൻ എനിക്ക് അവസരം കിട്ടി. അത് കഴിഞ്ഞ് ഈ എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ടിപ്പം 2 വർഷം ആകും ഓഗസ്റ്റിൽ. ഈ സമയം ഞാൻ എന്ത് ചെയ്യും? മക്കളുടെ കൂട്ടത്തിൽ ഇരുന്ന് ബോറടിക്കത്തേ ഉള്ളൂ. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ആദ്യം ജോലി ചെയ്തിരുന്ന ബാങ്ക്, പ്രൈവറ്റ് ബാങ്കാണ്, എന്നെ വിളിച്ചു. ഇന്ന് ഇത്രയും 70+ ആണ് ഞാൻ. പക്ഷേ എങ്കിലും എനിക്ക് ആ ബാങ്കിൽ ജോലിയുണ്ട് ഇപ്പോഴും. കർത്താവ് എന്നെ വിട്ടില്ല. ഒരു വാതിൽ അടയുമ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വാതിൽ തുറന്നു തരും. ഈ അനുഭവം ആദ്യം തൊട്ടേ എനിക്ക് അനുഭവമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇന്നും കർത്താവ് എന്നെ കൈപിടിച്ച് സഹായിക്കുന്നുണ്ട്, കൈപിടിച്ച് നടത്തുന്നുണ്ട്. എന്നെ എൻ്റെ കുടുംബത്തെയും ഒരിക്കലും യേശു വിട്ടിട്ടില്ല. 70-ാമത്തെ വയസ്സിലും ആത്മീക നിലവാരത്തിലും ഭൗതിക നിലവാരത്തിലും ദൈവത്തിന്റെ അനുഗ്രഹം കൂടാരങ്ങളുണ്ട്. കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ എങ്ങനെയാ? വേലയോടുള്ള ബന്ധത്തിൽ എനിക്ക് സുവിശേഷമാണ്. ടീം വർക്കായിട്ടും ചെയ്യുന്നുണ്ട്, പള്ളിയിൽ ടീം വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഞാൻ ഇൻഡിവിജ്വലി ഇവാഞ്ചലിസം പോലെ ഞാൻ എവിടെ പോയാലും എൻ്റെ യേശുവിനെ പറ്റി ഞാൻ പറയും, എൻ്റെ സാക്ഷ്യം പറയും. എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഉണ്ട്, എല്ലാ സൗകര്യവും. അതെ, ഔട്ട്സൈഡ് വർക്കുണ്ട്. അവിടെ ജനറൽ മീറ്റിംഗ് വിളിക്കും, പാസ്റ്റേഴ്സ് മീറ്റിംഗ്, പിന്നെ യൂത്ത് മീറ്റിംഗ്. അങ്ങനെ മീറ്റിങ്ങിലും ഒക്കെ അതിൽ എടുക്കാൻ എനിക്ക് പാടാനും വർഷിപ്പ് ചെയ്യാനും അങ്ങനെ സാക്ഷ്യം പറയാനും ആൾക്കാരെ, പ്രത്യേകിച്ച് ഈ വിവാഹം കഴിക്കാനിരിക്കുന്ന യങ് ജനറേഷൻ, അവരോട് കൗൺസിലിംഗ് ചെയ്യുക, പിന്നെ ലേഡീസിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് എൻ്റെ. പ്രഭാത് തോമസിന്റെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട വിശ്വാസത്തിൽ ഇറങ്ങിയതുപോലെ മുസ്ലിം സമൂഹത്തിൽ നിന്നോ, ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നോ, ഹൈന്ദവ സമുദായത്തിൽ നിന്നോ, ജൈനമത ഏതെങ്കിലും മതത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ഇതുപോലെ വേദനാജനകമായ അനുഭവത്തിൽ കൂടെ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയവരെ ആരെങ്കിലും കണ്ടുമുട്ടുമോ? അങ്ങനെയുണ്ട്. എൻ്റെ പ്രെയർ ഗ്രൂപ്പ്, ഈ കോമൺ പ്രെയർ ഗ്രൂപ്പ് ഉണ്ട്, ഓൺലൈൻ പ്രെയർ. നേരിട്ട് കാണാൻ പറ്റത്തില്ല, പക്ഷേ ഞാൻ ഈ വർഷിപ്പ് ചെയ്യുന്നു, ഞാൻ പ്രീച്ചിങ് ചെയ്യും, വചനം കൊടുക്കും. ഇതൊക്കെ കേട്ട് 1-2-3 കുട്ടികളുണ്ട്. ഒരു കുട്ടി അതിൽ പൂനെയിലെ സൂയിസൈഡ് ചെയ്യാൻ പോയായിരുന്നു, ആത്മഹത്യ ചെയ്യാനിരിക്കുന്ന കുട്ടിയായിരുന്നു. അത് എന്നെ അമ്മയെന്നാണ് വിളിക്കുന്നത്. ആ കുട്ടിക്ക് ഞാൻ ജീവിതം കൊടുത്തു. അത് പറഞ്ഞാൽ
അത് അതിന് 9 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. ഹസ്ബൻഡിൻ്റെ എന്തോ തെറ്റ് കാരണം ആത്മഹത്യ ചെയ്യാൻ പോയിരുന്ന കുട്ടിയെ രക്ഷയിലേക്ക് നയിച്ചു. ആ കുട്ടി ഇന്ന് വിശ്വാസത്തിലാണ്. ഇപ്പോഴും ഞാനുമായിട്ട് കോണ്ടാക്റ്റുമുണ്ട്. അതുപോലെ പല കേസുകളുണ്ട്. അങ്ങനെ കൗൺസിലിംഗ് ചെയ്യുന്നത് കാരണം ഞാൻ എപ്പോഴും അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. പിന്നെ ഫൈനാൻഷ്യൽ ആവശ്യങ്ങളും ഉള്ളവരുണ്ട്. അതിനും മാക്സിമം എന്നെ കൊണ്ട് കഴിവത് ഞാൻ ചെയ്യുക കർത്താവിൻ്റെ പേരിൽ. അതും എൻ്റെ ഒരു സന്തോഷമാണ്. കർത്താവിന്റെ ശിഷ്യന്മാരിൽ രഹസ്യ ശിഷ്യനായ പോലെ അങ്ങനെ അവസരങ്ങൾ വരുമ്പോൾ കർത്താവിന് വേണ്ടി എനിക്കൊരു വിശ്വാസമാണ്. ചിലർ കാത്തിരിക്കും, എനിക്ക് ഇത്രയും പൈസ കിട്ടിയിട്ട് ഞാൻ ദൈവത്തിന് കൊടുക്കാം, അല്ലെങ്കിൽ എൻ്റെ ജീവിതം നല്ലതായിട്ട് ഞാൻ അങ്ങനെ ചെയ്യാം. പക്ഷെ അതിനെ ഞാൻ എതിർക്കുന്നു. കാരണം നമ്മുടെ ജീവിതത്തിൽ ഡോണ്ട് വെയിറ്റ് ഫോർ എനിത്തിങ്. ഇപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക, എന്നിട്ട് ആ തീരുമാനത്തിൽ നിന്ന് കർത്താവിലേക്ക് വിശ്വസിച്ച് വരിക. നാളെ ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ നാളെ ഞാൻ വരാം എന്ന് കാത്തിരിക്കാൻ പാടില്ല. ഇപ്പോൾ തന്നെ അങ്ങനെ അതൊക്കെ ഞാൻ സുവിശേഷത്തിൽ പറയും ആൾക്കാരോട്. അതുപോലെ തന്നെ സിഗരറ്റ് വലിക്കുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടുണ്ട്. കുടിക്കുന്നവരോടൊന്നും നേരിട്ട് പറയുന്നതിന് എനിക്ക് മടിയില്ല. നിങ്ങൾ സ്വയം നശിക്കരുത്, അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയുന്നതിന് എനിക്ക് മടിയില്ല. അനുഗ്രഹിക്കട്ടെ. ഇത്രയും സമയം നമുക്ക് നസറേൻ്റെ വഴി ഉള്ള ഈ പ്രോഗ്രാമിൽ ആൻറ്റി പങ്കെടുത്തതിൽ ഒരു സന്തോഷം. വിലയേറിയ ഉപദേശങ്ങൾ, ജീവിത അനുഭവങ്ങൾ, ഈ സത്യവാദയിലേക്ക് കടന്നു വന്ന വഴിധാരകൾ, ഇതൊക്കെ കേൾക്കാനിടയായി. വ്യക്തിപരമായി ഞാനിപ്പോൾ കോന്നിയിൽ താമസിക്കുന്നു. കോന്നി സ്വദേശിയായിരിക്കുന്ന പുഴയുടെ അക്കരെയുള്ള ഐലമൺ സ്വദേശിയായിരിക്കുന്ന പ്രഭാത് തോമസിൻ്റെ അനുഭവ സാക്ഷ്യം കേൾക്കാനിടയായതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. സഭയിൽ വന്ന് സാക്ഷീകരിച്ചു ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. അപ്പോൾ തന്നെ ഒരു മറാത്തി ഗാനം പ്രേക്ഷകർക്ക് വേണ്ടി ഇപ്പോൾ ആലപിക്കണം. മുഴുവൻ പാടാൻ ഒത്തിരി ഒരു 4-5 ചാൻസ് പാടി നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ നമ്മുടെ ചോദ്യങ്ങൾക്ക് ആൻസർ തന്ന് തൻ്റെ ഉള്ളത്തിൽ ദൈവം കൊടുത്ത ആശയങ്ങൾ സ്ഫുടമായും വളരെ പ്രാഗൽഭ്യത്തോടെ നമ്മളോട് ഷെയർ ചെയ്ത കർത്താവിൻ്റെ ദാസി പ്രഭാത് തോമസ് അവർക്കും പ്രത്യേക നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ തലമുറ ഇരുവരും പിതൃവേലയിലും കർത്താവിൻ്റെ കൃപയിലും വർദ്ധിച്ചു വരുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇടയ്ക്കൊരു ചോദ്യം ചോദിക്കട്ടെ, ഇവർ രണ്ടുപേരും വിവാഹം കഴിച്ചത് ക്രിസ്ത്യൻ പെൺകുട്ടികളെയാണോ അതോ? അതെ, 2 ആൺമക്കളും ക്രിസ്ത്യൻ പെൺകുട്ടികളാണ്. ഇളയ മകൻ ലവ് മാരേജ് ആണ്, പക്ഷെ ക്രിസ്ത്യൻ പെൺകുട്ടി തന്നെയാണ്. മൂത്ത മകനും ക്രിസ്ത്യൻ പെൺകുട്ടിയാണ്. അല്ല, ആരുമില്ല മലയാളി, ഞാനും മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് അവിടെ മലയാളം പറയാൻ കൂടുതൽ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. മറാഠി, ഹിന്ദിയിലാണ് എൻ്റെ സുവിശേഷങ്ങളും കർത്താവിൻ്റെ വേലയും ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്ക് സന്തോഷം, ദൈവത്തിന് പ്രസാദം, ആന്റിക്കും സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുവാൻ ദൈവ അവസരങ്ങളെ ദൈവം ഒരുക്കി തന്നു. ഈ പ്രോഗ്രാമിനെ ഓർക്കുക, പ്രാർത്ഥിക്കുക. ഒരു മറാത്തി ഗാനത്തോടു കൂടെ നമ്മൾ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിനുവേണ്ടി പ്രോഗ്രാമിന് വേണ്ടി ഷൂട്ട് ചെയ്ത ബ്രദർ ജിജിൻ മണ്ണിങ്ങറ, ഇവിടെ ഒരു വിശ്വാസിയാണ്. ഞാൻ ഒറ്റയ്ക്ക് ഓർത്തഡോക്സ് സമുദായത്തിൽ മണ്ണിങ്ങറ എന്ന ഒരു സ്ഥലത്ത് നിന്ന് വിശ്വാസി വന്നതാണ്. തനിക്ക് അനുഗ്രഹിക്കപ്പെട്ട സിസ്റ്റർ ജെറി തന്നെ കൂടി ആലോചിച്ച് വിവാഹമൊക്കെ നടത്തി കൊടുത്ത ഞാനാണ്. നാളെ എൻ്റെ 2ാമത്തെ മകൻ്റെ മൂത്തതൊരു മോളാണ്, 2ാമത്തെ ഒരു മോൻ. നാളെ ആ കുഞ്ഞിൻ്റെ പ്രതിഷ്ഠയാണ് നമ്മുടെ ചർച്ചിൽ വെച്ചുകൊണ്ട്. ദൈവം തന്നെയും തന്നെ ശുശ്രൂഷയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കും. ഓക്കെ, ഒരു മറാഠി ഗാനം കൂടെ പാടിയാണ്. ഞാൻ പാടാൻ പോകുന്ന എൻ്റെ അർത്ഥം അതാണ്: ഹേ മനുഷ്യ, നീ നമ്രതയോടെ ജീവിക്കുക. നമ്രത വേണം ജീവിതത്തിൽ. നീ ലോകമെല്ലാം തിരഞ്ഞാലും നിനക്ക് ഈശ്വരനെ കാണാൻ അങ്ങനെ കിട്ടത്തില്ല. അതുകൊണ്ട് നീ എപ്പോഴും ഓർമ്മ വേണം, നീ നരനാണ്, നരനാണ്. അങ്ങനെ അതിൻ്റെ അർത്ഥം ഞാൻ പാടാം. മനുജാ മനുജാ ഭ്രമോ नको
रहारे नम्र सदैव रहारे मनुजा मनुजा भ्रमु नको नम्र सदैव रहारे नम्र सदैव रहारे देवे दिदली बुद्धि देवे दिदली बुद्धि करितो तोचतिची अभिवृद्धि करितो तोचतिची अभिवृद्धि मनुजा मनुजा भ्रमुनको नम्र सदैव रहारे नम्र सदैव रहारे पळजितु कातु पळशी पळजितु कातु पळशी तरिनच कधी दिगंधा शिवशी तरिनच कधी दिगंधा शिवशी मनुजा मनुजा भ्रमु नको नम्र सदैव रहारे नम्र सदैव रहारे. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു പ്രഭാത് തോമസ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാം കാണുന്ന പ്രത്യേക ശ്രോതാക്കളോട് ഒരു വാക്ക്. പ്രിയപ്പെട്ടവൾ ഞങ്ങളുടെ സ്വദേശി കോന്നി സ്വദേശിയാണ്, പത്തനംതിട്ട ജില്ലയിൽ. ആ ഐരവൺ ഏരിയ ഒക്കെ എനിക്ക് വളരെ സുപരിചിതമായ ഏരിയയാണ്. ഹൈന്ദവ പശ്ചാത്തലങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയാണ്. അവിടെ നിന്ന് ഏകയായി വിശ്വാസത്തിൽ ഇറങ്ങിത്തിരിച്ച കർത്താവിൻ്റെ ദാസ്യതയും അനുഗ്രഹിപ്പാനും ഇതുവരെ നടത്തുവാനും ഇടയായി തീർന്നു. എന്നതുപോലെ ഞങ്ങളെ പ്രോഗ്രാം ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഏകയായി ഇങ്ങനെ വിശ്വാസകോളത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒട്ടുമേ അധൈര്യപ്പെടേണ്ട. നിങ്ങളെ വിളിച്ചവനും നിങ്ങളെ കരം പിടിച്ചവനും നിങ്ങളോട് ആലോചന ഇടുന്നവനും സർവശക്തനായ ദൈവമാകുകയാണ്. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകാതെ അവൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവത്തിന്റെ കരുണ അവന്റെ മേലുണ്ടാകും. ആകയാൽ ശ്രോതാക്കളായ നിങ്ങൾ എല്ലാവരും ഈ സത്യദൈവത്തെ അറിഞ്ഞുകൊണ്ട് നിത്യപാതയിൽ നിത്യജീവന് അംശികളായി മുന്നേറുവാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ഒരു എപ്പിസോഡുമായി മറ്റൊരു വ്യക്തിയുമായി നമുക്ക് വീണ്ടും കാണുകയും കേൾക്കുകയും ചെയ്യാം. സർവകൃപാലുവാകുന്ന ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.